ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് മാരിയമ്പൂജയുടെ 3rd ഡേ വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ 3 മണിയാകുമ്പോഴേക്കും എണീച്ച് റെഡിയായി ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു വഴിയായി ഗീസ്. അപ്പോൾ ഇതൊരു സമയം ഒരു 4:30 ഉണ്ടാവും. എണീച്ച് ചായയൊക്കെ കുടിച്ച് എൻ്റെ ഉണ്ണി രാവിലെ എണീച്ച് ഫോണൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പൂജയ്ക്കുള്ള സാധനങ്ങൾ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മാവിളക്ക് എടുക്കാൻ പോവാണ്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ പൂജ ഉണ്ടാവും. അപ്പോൾ വരുന്ന സമയത്ത് നമ്മളെല്ലാം റെഡിയാക്കി വെക്കണം. അപ്പോൾ അമ്മ മാവിളക്കും കാര്യങ്ങളൊക്കെ രാത്രി തന്നെ റെഡിയാക്കി വെച്ചു. പൂജയ്ക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വന്ന ശേഷം എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ കുമ്പത്തിൽ പൂജയ്ക്ക് കൊടുക്കൽ പതിവാണ്. അപ്പോൾ അമ്മ ആദ്യം തന്നെ വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളിവിടെ ഫോട്ടോസും വീഡിയോസും തകർത്തെടുക്കുകയാണ് ഗൈസ്. അതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ ബട്ടൺ അവരുടെ പണി ചെയ്യട്ടെ, നമ്മൾ നമ്മുടെ ബട്ടൺ നമ്മുടെ പണി ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എല്ലാവർക്കും. അങ്ങനെ രാവിലെ എല്ലാവരും കുളിച്ച് സുന്ദരിയായി സുശീലകളായിട്ട് എല്ലാവരും ഒരുങ്ങി പൂവൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ പേർക്ക് ഡ്രസ് കൊടുക്കാനുള്ള സാരിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ച് കഥ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞതും അമ്പലത്തിൻ്റെ അവിടെ എത്താനായി. അവിടെ വന്നിട്ട് എല്ലാവരും കൂടി കുറച്ച് നേരം സംസാരിച്ച കാര്യങ്ങളൊക്കെ, കാരണം അവരുടെ ചെറിയ പൂജാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അമ്പലത്തിലെത്തിയ ശേഷം അവരവരുടെ അതായത് 2 ദൈവങ്ങളായിരിക്കും കുംഭം എടുക്കുക. അപ്പോൾ അവരുടെ ദൈവങ്ങളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ കുംഭത്തിന് വെക്കുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം തീച്ചട്ടി എടുക്കുക, പിന്നെ പൂജ ഉണ്ടാവും. അത് കഴിഞ്ഞ ശേഷം മാവിളക്കിന് പൂജ ചെയ്യുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ മാവിളക്ക് എടുത്തിട്ട് വന്ന് എല്ലാവരും അവിടെ പൂജയ്ക്കായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ ഓരോ പ്രൊഫസറും രാത്രി വീഡിയോ എടുത്തത് അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആ സമയത്തിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 മണിക്ക്. അങ്ങനെ അതിന് ശേഷം അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞ ശേഷം മാവിളക്കിന് പൂജ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ശേഷം അനുശ്രീ വന്ന് ഹായ് ബായ് ഒക്കെ പറയാണ്. പിന്നെ തീച്ചട്ടി എടുക്കലായിരുന്നു. പിന്നീട് ഒരുപാട് ഫോട്ടോ സെഷൻ കഴിഞ്ഞു ഗൈസ്. അത്രയും ഫോട്ടോസ് എടുത്തു. ഫോട്ടോ എടുത്ത് മതി. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് രാവിലെ തമ്പോലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പോകാൻ പറഞ്ഞിട്ട് കുറച്ച് പേര് നിന്നു, കുറച്ച് പേര് പോകണം എന്നുള്ളൊരു കണ്ടീഷനായി. അവർക്ക് വർക്കിന് കാര്യങ്ങൾക്ക് അവരുടേതായ കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി. ബാക്കിയുള്ളവരും ഞങ്ങളൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് നിന്നു ഗൈസ്. അതിനുശേഷം ഫ്രണ്ടിൽ കുറച്ച് തിരക്കായപ്പോൾ ഞങ്ങൾ ഉള്ളിൽ പോയി ക്രൗഡായി. അപ്പോൾ രാത്രിത്തിനേക്കാളും രാവിലെ നല്ല വൈബ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കളിക്കാൻ പറ്റിയില്ല, അതാണ് സത്യം. ആരും വിളിച്ചിട്ട് വന്നില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ അവർ ഉള്ളിലേക്ക് എൻട്രൻസ് ചെയ്തു. അപ്പോൾ അത് ലാസ്റ്റായിട്ട് മാരിയമ്പൂജൻ്റെ രാവിലത്തെ ലാസ്റ്റ് സമാപനമാണ്. അപ്പോൾ എല്ലാവരും അവർക്ക് ഇഷ്ടത്തിലുള്ള കൊട്ടും കാര്യങ്ങളും ഡാൻസും എത്ര നേരം വേണമെങ്കിൽ കളിച്ചോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 8 മണി വരെ പരിപാടി ഉണ്ടായിരുന്നു. 8 മണി വരെ ഒരു ഫുൾ ഓഫ് വൈബ് ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളത് കഴിഞ്ഞതും അവിടെ നിന്ന് ഞാനും പൈറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓരോ കഥാകാര്യങ്ങൾ പറഞ്ഞിട്ട് വൈകുന്നേരത്ത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ വൈറ്റി ഓവർ ക്യൂട്ട്നെസ് കാണിക്കണം. ചേച്ചി ഞാൻ നന്നായിട്ട് ചേച്ചി ഞാൻ ഇങ്ങനെയല്ലേ ചേച്ചി, നമ്മൾ പൊളിച്ചിൽ ചേച്ചി എന്നൊക്കെ പറയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ദിവ്യക്കുട്ടിൻ്റെ അടുത്ത് പരിപാടി കഴിഞ്ഞ് പറഞ്ഞപ്പോൾ ഇനിയുണ്ട് പറഞ്ഞപ്പോൾ ഇനിയില്ല, ഇനി കഴിഞ്ഞു എന്നുള്ളതാണ് അവളോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. അതിന് ശേഷം മാഗീഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവനൊരു മൈൻഡ് ഇല്ലാണ്ട് പോവുകയാണ് ഗൈസ്. രാത്രിത്തെ ഉറക്ക ക്ഷീണം ആർക്കും ശരിയായിട്ടില്ല. വീട്ടിലെത്തിയപ്പോൾ അനിയത്തി വർക്കിന് പോകാൻ റെഡിയാണ്. അവൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ആതിര വന്നിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സുജി അവളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ സർപ്രൈസ് iPhone 17 എടുത്തിരിക്കുക. അതിന് ശേഷം ഞാൻ അൺബോക്സ് ചെയ്തു. അവർ ഓൾറെഡി അവിടെ നിന്ന് അൺബോക്സ് ചെയ്തു, എന്നാലും ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് ചുമ്മാ നോക്കാലോ വേണ്ടിയിട്ട് ചെയ്തു. പിന്നെ കുഞ്ഞോട്ടിന് ഭയങ്കര വാശിയായിരുന്നു മഞ്ഞത്തണ്ണിമത്തമാണെന്ന്. പക്ഷെ അത് കിട്ടാണ്ട് ഇത് വാങ്ങിച്ചു കൊടുത്ത് അവസാനം വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. പോകുന്ന വഴിക്ക് തന്നെ ഒരു ബോട്ടിൽ വെള്ളം വേണം പറഞ്ഞപ്പോൾ കുഞ്ഞോട്ടും വെള്ളമൊക്കെ എടുത്തിട്ട് നല്ല കുട്ടിയായിട്ട് ഞാൻ പുകാൻ മേമി എന്നൊക്കെ ബായ് പെട്ടൊക്കെ അവൻ കയറുന്ന രസം അങ്ങനെയായിരുന്നു. അതിന് ശേഷം വൈകുന്നേരം അമ്മയ്ക്കിന്ന് ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വർക്കിന് പോയി. ഞാൻ പൊങ്കൽ വെക്കുന്ന അവസ്ഥ അതാണ് ഒന്നൊന്നൊരവസ്ഥ. ഒന്നാമത് നല്ല ചൂട്. ആ 2:30 സമയത്ത് പൊങ്കൽ വെക്കൽ എന്ന് പറയുന്നത് 1.5 ടാസ്ക്കാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പോയിരുന്ന പിന്നെ വിറക് ജമ്പത്ത് കത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ മുത്തശ്ശൻ ഹെൽപ്പ് ചെയ്ത് ചേച്ചിമാരായിട്ട് അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് എൻ്റെ പൊങ്കൽ പൊങ്ങി ഗൈസ്. അങ്ങനെ എനിക്കധികം സന്തോഷമായി. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര പേടിച്ച് നല്ല റിസ്ക് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് തീൻ്റെ ഇതൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, എന്നാലും വേഗം പൊങ്കൽ വെച്ച് എല്ലാം കഴിഞ്ഞു. അങ്ങനെ പൊങ്കൽ വെച്ച് വീട്ടിലോട്ട്
തിരിച്ച് വന്ന ശേഷം വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പൂജയ്ക്കുള്ള സാധനങ്ങളും എടുത്തിട്ട് അമ്പലത്തിലോട്ട് പോയി. ഇപ്രാവശ്യം നല്ലോണം ഡിലേ ആയി. അപ്പോൾ 7-7:30 ഒക്കെ ആയി. അതിനുശേഷം അവിടെ പോയപ്പോൾ വേറൊരു പൂജയും പ്ലസ് എല്ലാവരും പൊങ്കൽ വെച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കലായിരുന്നു അവിടുത്തെ പരിപാടി. അതിനുശേഷം എല്ലാവരും വെയിറ്റ് ചെയ്യണം. അനുവും കുഞ്ഞൊന്ന് ഭയങ്കര സ്നേഹമാണ്. ചേച്ചി എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒരേ കളിയായിരുന്നു, ഇല്ലെങ്കിൽ ഇവർ ഇങ്ങനെയൊന്നും അല്ലടാ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ നന്നായിരിക്കട്ടെ. അതിനുശേഷം തീച്ചട്ടി കാര്യങ്ങളൊക്കെ എടുത്ത് അമ്പലത്തിന് 3 വലം വന്നിട്ട് തീച്ചട്ടി ഒഴുക്കി കളയാൻ വേണ്ടി പോകും. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പൊങ്കൽ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് 3 വലം ചുറ്റി വന്നിട്ട് അവർ ഒഴുക്കാൻ വിടാൻ വേണ്ടി പോയി. അപ്പോൾ അതിനിടയിൽ നമുക്ക് കുറച്ച് പായസം കിട്ടി. ഞാനും കുഞ്ഞും കൂടി പായസമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. പിന്നെ അവർ വന്ന് പൊങ്കലിന് വേണ്ട പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ലാസ്റ്റത്തെ മാരിപൂജൻ്റെ ലാസ്റ്റ് എൻഡിങ്ങിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പൂക്കുറ്റിയൊക്കെ വെച്ചു, സമാപനമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാം പൊങ്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നത്തോടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ട് പൊങ്കൽ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.